സോഫ്റ്റ് സെമി ടെസസിലേക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. ഞാനിപ്പോൾ 1 ലെയറിലാണ് ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നത്. ട്രാൻസ്പെറൻസി ഇല്ല, അതെല്ലാം നമുക്ക് ബീഡ്സ് എടുത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. വളരെ തിൻ ഫാബ്രിക്കിലാണ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേർപ്പിൾ ആണ് സാരിയുടെ കളർ. പേർപ്പിൾ ടോൺ വന്നിട്ട് അതിൽ മൾട്ടി കളറിൽ ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു മിഡിൽ ഏരിയ വരുമ്പോൾ നല്ല ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരി വരുന്നത്. അത് കൂടാതെ ബോഡിയിൽ ഒരു ചെക്കേർഡ് പാറ്റേൺസ് വരുന്നുണ്ട്. ചെക്ക് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരിക. അപ്പുറം ലോവറും ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ആ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസിലാണ്. കൂടാതെ ചെക്ക് വി പാറ്റേണിൽ ക്ലോസറിൽ ഇങ്ങനെയാണ് സാരിയുടെ ആ ഒരു ടെക്സ്ചറും ഫീലും ഈ ഒരു പാറ്റേണിലാണ് വരിക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന വളരെ സോഫ്റ്റ് സെമി ടെസറാണ് ഫാബ്രിക്. ചെക്ക് ഡിസൈൻസിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വിത്ത് സിമ്പിൾ ബോർഡർ. പല്ലു ഇതായിരിക്കും മുന്താണി വരിക. ആ ഗോൾഡൻ സെറി ചെക്ക് പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഷോർട്ട് പല്ല് തന്നെ സാരിക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ഇതേ പാറ്റേൺ തന്നെ. സാരിയുടെ ബോഡിയിൽ അപ്പറും ലോവറും വരുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസും സെന്റർ പോർഷൻ വരുന്ന ഈ ഒരു പാറ്റേണിലാണ്. അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും. നല്ല സഫിഷ്യന്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിൽ 45 ഇഞ്ച് വിഡ്ത്തിൽ സാരിയുടെ വിഡ്ത്തിൽ തന്നെയായിരിക്കും സഫിഷ്യന്റ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സെമി ടെസറിൽ നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സേജ് ഗ്രീൻ ആണ്. സെയിം മൾട്ടി കളർ ഫ്ലോറൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും സാരിയുടെ അപ്പറും ലോവറും വരിക. ഫുൾ ചെക്കേർഡ് പാറ്റേൺ ആണ്. ചെക്ക് ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. സിമ്പിൾ ബോർഡർ. മുന്താണി ബ്ലൗസ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റിൽ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ ടോൺ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ മൾട്ടി കളർ തന്നെയായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. ഈ ഒരു പാറ്റേണിലാണ് എല്ലാ സാരീസും നല്ല നല്ല കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഷോർട്ട് പല്ലുവാണ്. ആ ഒരു ഗോൾഡൻ സെറിയിലുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. അക്വ ഗ്രീൻ ആണ്. നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ ബേസ്. ഇതിലും ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് പാറ്റേൺസിലും ആയിരിക്കും സാരി വരുന്നത്. ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. മുന്താണി ബ്ലൗസ് സെയിം ഡിസൈൻ തന്നെ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീനിലും അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് അപ്പുറം ലോവറും ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വരിക. വിത്ത് പല്ലു ബ്ലൗസ്. നെക്സ്റ്റ് സാരി ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെ. സോഫ്റ്റ് സെമി ടെസസിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിൽ നല്ലൊരു ഫിഗർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും എല്ലാമാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. പീകോക്ക് മോട്ടീവ്സ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ചെക്ക് പാറ്റേൺ ഡിസൈൻസ് വന്നിട്ട് ഇതായിരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരിക. പല്ലു ഒരു ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള ഷോർട്ട് മുന്താണി തന്നെ വരുന്നത്. ലൈൻസിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. വിത്ത് ബ്ലൗസ്. ബ്ലൗസ് എല്ലാ സാരീസിനും വളരെ സഫിഷ്യന്റ് ആണ്. 1 മീറ്റർ ലെങ്ത്തിൽ നല്ല സഫിഷ്യന്റ് വിഡ്ത്തിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ലാവൻഡർ ലൈലാക്കും കൂടി ചേർന്നിരുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഇതിൽ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ അപ്പുറം ലോവറും ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഫുൾ ആ ഒരു ചെക്ക് ബീവിലാണ് ബോഡി വരുന്നത്. പ്ലെയിൻ ബോഡിയല്ല, എല്ലാ സാരീസും ആ ഒരു ചെക്ക് പാറ്റേണിൽ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ പല്ലു. സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് സാരിയിലും ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന് പകരം ലീഫ് പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത്. നല്ലൊരു പേർപ്പിൾ ടോൺ തന്നെ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സാരി. മുന്താണി വരുമ്പോഴും ഈ ഒരു ലുക്കിൽ വരും. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ആ ഒരു ഗോൾഡൻ സെറി ലൈൻസ് തന്നെയാണ് എല്ലാ സാരിയിലും വരുന്നത്. ഇതാണ് പാറ്റേൺ. ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ലോവർ ഏരിയ കംപ്ലീറ്റ് ഒരു ലീഫ് പാറ്റേൺ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ചെക്ക് ഡിസൈൻസിലായിരിക്കും വരിക. ഡബിൾ സൈഡ് ബോർഡർ ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പല്ലു ഷോർട്ട് മുന്താണി ആ ഒരു പ്രിന്റിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ തന്നെ. അതേ ആ ലോവർ പാർട്ടിൽ തന്നെയായിരിക്കും സാരിയിലെ ഡിസൈൻസ് വന്നിട്ട് ചെക്കേർഡ് പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് ഡബിൾ സൈഡ് ബോർഡർ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ്. ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മുന്താണി ബ്ലൗസ്. സോഫ്റ്റ് സെമി ടെസറിൽ നെക്സ്റ്റ് കളർ വളരെ സോഫ്റ്റ് കളർ തന്നെയാണ് വരുന്നത്. പേൾ ക്രീം ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട് വിത്ത് ഡബിൾ സൈഡ് ബോർഡർ.
ഈ സാരീസ് എല്ലാം നമുക്കൊരു മൾട്ടിപർപ്പസ് സാരീസ് ആണ്. കാരണം നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനും നമുക്ക് ഈ സാരീസ് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും ഓഫീസ് യൂസിനും എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. മുന്താണി വരുന്നത് ഷോർട്ട് പല്ലു തന്നെ സാരിക്ക്. എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ എൻഡിൽ വരുമ്പോൾ ആ ഒരു ചെറിയ വുമൺ ലൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരുന്നത്. പ്രിന്റഡ് ബ്ലൗസ്, ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയിൽ ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ചിക്കു ടോൺ വന്നിട്ട് അതിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ഓണിയൻ പിങ്ക് ബ്ലെൻഡഡ് മൗ ടോൺ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഇതിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ഫുൾ സാരി വരുന്നത്. പേർപ്പിൾ, ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ, ആ ഒരു ടോണിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി. ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസ് തന്നെ സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ടർക്കോയിസ് ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ പാറ്റേണിലാണ്, മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി വരിക. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി ഗോൾഡൻ സെറിയുവൽ ലൈൻസിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വന്നിട്ട് വിത്ത് ബ്ലൗസ്. വീണ്ടും ലാവൻഡർ ടോൺ ആണ്. ലാവൻഡറിലും അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. ഫ്ലോറൽ ഡിസൈൻസ്, ബ്ലൗസ്. സെയിം ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ. ലാവൻഡർ ടോണിൽ ഇതിന് മുൻപ് കാണിച്ചല്ലോ, അതേ ഡിസൈൻ തന്നെ. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആണ്. എമറാൾഡ് ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സിമ്പിൾ ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ വീണ്ടും പേർപ്പിൾ തന്നെ സാരിയുടെ കളർ വരുന്നത്. ഇതിലും ആ ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും സാരി വരുന്നത്. ഫുൾ ചെക്ക് പാറ്റേണിൽ തന്നെയാണ് ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. സോഫ്റ്റ് സെമി ടെസോ സിൽക്കാണ് എല്ലാ സാരീസിന്റെ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും നോൺ ട്രാൻസ്പെറന്റ് ആയിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന, വർക്ക് വെയർ കം ഒരു ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി മൂഡിലും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. വിത്ത് ഷോർട്ട് പല്ലു, ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. സോഫ്റ്റ് സെമി ടെസറിൽ നല്ല ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നത്. ലാസ്റ്റ് സാരി വരുന്നത് ഇതും ആ ലീഫ് ഡിസൈനിൽ തന്നെ സാരി വരുന്നത്. ഫുൾ ചെക്ക് വീവ് പാറ്റേൺ ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു മെറ്റാലിക് ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, ആ ലീഫ് ഡിസൈനിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ്. മുന്താണി, ബ്ലൗസ് വരുന്നതും ഡിസ്ചാർജ് പ്രിന്റിൽ തന്നെ.